കാരണം സ്വന്തം നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, ഇവിടുത്തെ ഡെവലപ്മെന്റ്സിന് വേണ്ടി, എന്താ പറയുന്നത്, അതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഗൾഫിൽ വലിയ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന അദ്ദേഹത്തെ ഇടയ്ക്ക് എപ്പോൾ വിളിച്ചാലും മോനെ ഞാൻ നാട്ടിലാണ്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ചിലപ്പം വിളിക്കുമ്പോൾ ദുബായിലാണ്, ഞാൻ നാട്ടിൽ പോവുകയാണ്. ആവശ്യമില്ല, ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്, പലതും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള അതിലേറ്റവും പുതിയതായ ഈ മഹത്തായ ഉദ്യമത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇതെനിക്ക് തോന്നുന്ന ഒരുപക്ഷെ ലോക റെക്കോർഡായിരിക്കും 1200 കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പാരിതോഷികം നൽകുക എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ പല ഫംഗ്ഷനും ഇങ്ങനെ പോയിട്ടുണ്ട്, ശരിയല്ലേ? ഇത് നമുക്ക് ഗിന്നസിൽ കൊടുക്കണം, ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കൊടുക്കണം. അത്രയധികം എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും. ശരിക്കും പറഞ്ഞാൽ SSLC പ്ലസ് ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ SLC കാലം ഞാൻ ആലോചിച്ചു. എൻ്റെ SLC കാലത്തെ എൻ്റെ മാർക്ക് കേട്ടാൽ അന്ന് ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് പോലും എന്നെ ഇങ്ങോട്ട് കയറ്റില്ല. അത്രയും ആ പഞ്ചായത്തിൽ ഇത്രയും കുറഞ്ഞ മാർക്ക് കിട്ടിയ ഒരു SLC വിദ്യാർത്ഥി ഉണ്ടായിരിക്കില്ല. അന്നൊക്കെ 200 വിഷു, നീ പറഞ്ഞാൽ വിശ്വസിക്കില്ല, 218 മാർക്ക് കിട്ടി. അന്ന് നമുക്ക് 210 പോരെ, 10 മതി. അപ്പൊ അത് 208 മാർക്ക് കൂടുതൽ മേടിച്ച് ഡിസ്റ്റിങ്ഷനോടെ പാസ്സായ ആളാണ് ഞാൻ. അപ്പൊ അങ്ങനെ ഒക്കെയുള്ള എന്നെ ഇവിടെ കൊണ്ട് ഈ പാരിതോഷികം നൽകാൻ നിർത്തിയപ്പോൾ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യമായിട്ട് കാണുന്നു. അപ്പൊ 218കാരൻ മോശമല്ല എന്ന് ഞാൻ. എൻ്റെ മോള് കുഞ്ഞാറ്റ ചോയ്സിൽ അവള് പ്ലസ് 2 പാസ്സായപ്പോൾ സ്കൂളിലെ ടോപ്പറായിരുന്നു, കൊമേഴ്സില്. അത്യാവശ്യം ഉഴപ്പിയൊക്കെ ആയിരുന്നു, എങ്കിലും സ്കൂളിൽ നല്ല വിജയ ശതമാനത്തിൽ അവൾ ജയിച്ചു. ഇളയ പുത്രനാണ് അമൃത്, അവൻ UK പഠിക്കുകയാണ്. അവൻ അവിടെ ആദ്യം നോർമൽ സ്കൂളിലൊക്കെ പഠിച്ച് അവിടെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം പാസ്സായി ഇപ്പോൾ അവിടുത്തെ ഗ്രാമർ സ്കൂളിൽ 7th പഠിക്കുകയാണ്. എന്നെക്കാളൊക്കെ ഒരുപാട് ഭേദമാണ് എൻ്റെ മക്കൾ. ഒരുപാട് അഭിമാനമാണ്. അങ്ങനെയുള്ള ഒരുപാട് മാതാപിതാക്കൾ ഇവിടെ ഉണ്ടാവുമെന്നറിയാം. നിങ്ങൾക്കൊക്കെ എൻ്റെ ആശംസകൾ. ഇതിപ്പോ ഈ കുട്ടികൾക്കെല്ലാം വലിയ ഭാവി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാലിക്കയുടെ ആ വിശാല മനസ്കത അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.